ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഫുട്ബോൾ കെ ദിൽ കാ രാജ, അതായത് നമ്മുടെ പെലെയെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നോക്കാം നമുക്ക് ആദ്യം പെലെയെക്കുറിച്ച്. പെലെ ആരാന്നറിയാം. ലോകത്തിലെ എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു വ്യക്തി, ഫുട്ബോൾ പ്ലെയറാണ്. ബ്രസീലിൻ്റെ കളിക്കാരനാണ് പെലെ. ഓക്കെ, ആ പെലെയുടെ ജീവനി ജീവനി എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, അതായത് അദ്ദേഹത്തെക്കുറിച്ച്, അത് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം വെച്ചിട്ട്, ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, അത്യാവശ്യം ഒരാളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ആണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ജീവനിയിൽ വേണ്ടത്. ചില സമയം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയിൻ്റൊക്കെ ചെയ്ത് തരും. അത് പേര്, അവിടെ വൈഫിൻ്റെ പേര്, അച്ഛനും അമ്മയുടെ പേര്, ജോലി, ജനിച്ച വർഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് നിങ്ങളോട് ജീവനി തയ്യാറാക്കാൻ പറയും. ചിലപ്പോൾ നേരെ മറിച്ചായിരിക്കും. ഇങ്ങനെയൊന്നും തരാതെ നേരിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രം തരും, പെലെക്ക് ജീവനി തയ്യാറാക്കരെ, പെലെയുടെ ജീവനി തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് നേരത്തെ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. നോക്കാം നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന്. ഫസ്റ്റ് പോയിൻ്റ്, പെലെയുടെ ഫുൾ നെയിം. പെലെ കാ പൂരാ നാം എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ. ഓക്കെ, അതായത് പിന്നെ ജന്മം, അദ്ദേഹം ജനിച്ചപ്പോഴാണ് 1940 അല്ലേ. ഡേറ്റ് ഏതാ? ഒക്ടോബർ 23, അതായത് ഒക്ടോബർ 23. ഇനി അദ്ദേഹം ജനിച്ച സ്ഥലം, ജന്മസ്ഥാൻ ബ്രാസീൽ കെ ട്രസ് കൊറാക്കസ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നമുക്ക് ബ്രസീൽ എഴുതിയാൽ മതി എന്നെ എക്സാമിന് എഴുതുന്ന സമയത്ത് തന്നെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പരിവാർ, ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ, അമ്മ, പിന്നെ വൈഫ്, മക്കൾ. നോക്കാം നമുക്ക്. അച്ഛൻ്റെ പേര് പിതാക്ക നാം ജോആഓ റാമോസ് ഡോ നാസിമെൻറ്റോ. അതുപോലെ മാതാക്ക നാം സെലസ്റ്റെ അറാൻഡസ്. ഇനി അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ്, അതായത് വൈഫ്, 3 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിൽ ആദ്യത്തെ ഭാര്യ റോസ്മേരി, പിന്നെ അസീറിയ, മാർസിയ, അവിടെയൊക്കെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് 7 മക്കൾ. ഓക്കെ, എനിക്ക് 7 ബച്ചേ थे. ഓക്കെ, പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം, ശിക്ഷ എന്ന എഡ്യൂക്കേഷനാണ്. അപ്പോൾ സ്കൂൾ നെഹി ജാ സക, അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല അദ്ദേഹത്തിന്. അതേപോലെ കാര്യക്ഷേത്ര, അദ്ദേഹം ഏത് ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്? ഫുട്ബോളറാണ് അല്ലേ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാര്യക്ഷേത്ര ഫുട്ബോളറാണ്. പിന്നെ ഉപലബ്ധിയ, നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? 3 ബാർ വിശ്വകപ്പ് ജേത, 3 വട്ടം അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് ഏതൊക്കെ വർഷം? 1958, 1962, പിന്നെ 1970. ഓക്കെ, പിന്നെ വേണ്ടത് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. तो मृत्यु कब हुई थी? ഡിസംബർ 29, 2022, അതായത് 2022 ഡിസംബർ 29. ഓക്കെ, ഈ ഒരു കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ നമ്മുടെ എക്സാമിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, അതായത് കളിക്കാരുടെ പേരും അതിന് നേരെ ഓപ്പോസിറ്റ്, ചിലപ്പം മാച്ച് ദ ഫോളോയിങ് പോലെ വരും. സഹി മിലാൻ കെ ജി എന്ന് പറഞ്ഞിട്ട് കളിക്കാരുടെ പേര് ഒരു സൈഡിലും അവരേത് രാജ്യത്തിന് വേണ്ടിയിട്ടാണോ കളിക്കുന്നത് ആ രാജ്യത്തിൻ്റെ പേരും ഉണ്ടാവും. അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഒരു ഡാഷ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ലയണൽ മെസ്സി ഡേഷ് കെ ഖിലാഡി ഹെ, അപ്പോൾ അവിടെ ആ രാജ്യത്തിൻ്റെ പേര് എഴുതേണ്ടി വരും. അങ്ങനെ ആവാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്, അറിയാത്ത ആൾക്കാരൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. കാരണം നിങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പരിചയമുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇവിടെ പറയുന്നത് ലയണൽ മെസ്സി. ലയണൽ മെസ്സി ഡേഷ് കെ ഖിലാഡി ഹെ, ഏത് രാജ്യത്തിൻ്റെയാണ്? അർജൻറ്റീന. അവിടെ പിന്നെ ഒരുപാട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നെക്സ്റ്റ് ജൊഹാൻ ക്രൈഫ്നും ഉണ്ടാവും. അദ്ദേഹം ഹോളണ്ടിൻ്റെ കളിക്കാരനാണ്. നെക്സ്റ്റ് ഡിയാഗോ മാറഡോണ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്കത് അർജൻറ്റീനയുടെ പ്ലെയർ ആണ്, അർജൻറ്റീന. അടുത്ത ഫ്രാൻസ് ബെക്കൻബോവർ, അത് ജർമ്മനിയുടെ പ്ലെയറാണ് ഫ്രാൻസ് ബെക്കൻബോവർ. അടുത്തത് ഫ്രഞ്ച് പുഷ്കാസ്, ഹംഗറി എന്ന രാജ്യത്തിൻ്റെ പ്ലെയറാണ് ഫ്രഞ്ച് പുഷ്കാസ്. ഇനി അങ്ങോട്ട് പറയുന്ന 2 പേരും ഡി ആരാ? ബ്രസീലിൽ വേൾഡ് കപ്പ് കിട്ടുന്ന സമയത്ത് ആ ടീമിലുണ്ടായ ആളായിരുന്നു ഡി. വളരെ നല്ലൊരു പ്ലെയറാണ്. അതുപോലെ തന്നെയാണ് ഗെറിഞ്ചയും ബ്രസീലിൽ വേൾഡ് കപ്പ് കിട്ടുന്ന ടൈമിൽ തന്നെ ബ്രസീൽ ടീമിലുണ്ടായിരുന്ന പ്ലെയറായിരുന്നു ഗെറിഞ്ച. നെക്സ്റ്റ് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ, ഒരു അർജൻറ്റീനൻ പ്ലെയറാണ്. ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ അർജൻറ്റീനയുടെ പ്ലെയറാണ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആരാണ്? പെലെ അല്ലേ. പെലെയെക്കുറിച്ച് പിന്നെ അറിയാമല്ലോ, പെലെ ബ്രസീലിൻ്റെ പ്ലെയറാണ് അല്ലേ. സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കുക, ഓരോരോ വാക്ക് എഴുതുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് കാര്യമായി ശ്രദ്ധിക്കുക. ഓക്കെ,
ഈ വർഷം എക്സാമിന് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അതായത് നമുക്ക് ഒരു വർഷം തരും, ഏതെങ്കിലും വർഷങ്ങളല്ല, അതായത് നമ്മുടെ ഈ പാഠഭാഗത്ത് പഠിപ്പിച്ചിരിക്കുന്ന വർഷങ്ങൾ മാത്രമേ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ ആ വർഷം നോക്കുക, അതിന് നേരെ ഹിന്ദിയിൽ എന്താണ് അത് ഹിന്ദിയിൽ അക്ഷരത്തിൽ എഴുതണം. അതായത് ഇവിടെ 1940 നമ്മൾ എങ്ങനെ എഴുതണം? 1940. ഇപ്പം മിക്കവാറും ഇതിനകത്ത് വരുന്നതൊക്കെ 1900 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1900 എന്നത് പഠിച്ചു വെക്കാം. ഓക്കെ, 1900 1900. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന നമ്പർ ഏതാ അതിനനുസരിച്ചിട്ട് അവിടെ അതിൻ്റെ ഹിന്ദി എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1940. അപ്പോൾ 1940. 40-ന് നമ്മൾ ഹിന്ദിയിൽ 40 എന്നാണ് പറയാം. ഇനി 1958. അപ്പോൾ എന്തായി? 1900 നമുക്കത് അറിയാം. പിന്നെ 58 58 അല്ലേ, അതെന്താ? 58. ഓക്കെ, അപ്പോൾ 58 എന്നുള്ള വാക്ക് അതിൻ്റെ സ്പെല്ലിങ് നോക്കി വെക്കാം. ഇനി 1962, അത് 1962. 62-ന് എന്താ പറയുക? 62. അപ്പോൾ 1900 അപ്പോൾ 1962. പിന്നെന്താ? 1966. എന്താ? 1966. 66-ന് 66 എന്നാണ് പറയാം. ഇത്രയും കാര്യം ഓർത്താൽ മതി. ഇനി അടുത്തത് 1970. എത്ര? അപ്പോൾ 70-ന് 70 എന്നാണ് പറയുക. അപ്പോൾ 1970. 1974. 1974, അത് 74. ഓക്കെ, നെക്സ്റ്റ് 1977. 1900 ആണ്. ഓക്കെ, അപ്പോൾ 77. 77 77. അടുത്തത് 1982. അതും 1900 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 82-ന് എന്താ പറയുക? 82. എന്താ? 82. ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. ഇനി ഇതിൽ ചെറിയൊരു മാറ്റം, കാരണം ഇതെന്താ? 2022 എന്നാണ് വരുന്നത് അല്ലേ. ഇതുവരെ 1900 എന്നായിരുന്നു. അപ്പോൾ 1900. ഇവിടെ 2000. അപ്പോൾ എന്താ? 2000. ഹസാർ എന്ന് പറഞ്ഞാൽ 1000. 2022. ഓക്കെ, 2022. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശേഷണം വിശേഷ്യം. വിശേഷം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിങ് വേർഡ്. വിശേഷം പറഞ്ഞാൽ ഏതിനെക്കുറിച്ചാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ ഒരു വാക്ക്. അത്രേ വേണ്ടു. നമുക്ക് അത്രയൊന്നും വലിയ സംഭവമായിട്ട് പഠിക്കാനില്ല. കാരണം നമ്മളിത് എല്ലാ വർഷവും എക്സാമിന് വരുന്ന സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഖിലാഡി എന്ന വാക്ക്, ഈ പാഠഭാഗത്ത് ഖിലാഡി എന്ന വാക്ക് അത് വിശേഷമാണ്. ഈ ഖിലാഡി എന്ന വാക്കിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലൊന്ന് സർവശ്രേഷ്ഠ ഖിലാഡി. അപ്പോൾ സർവശ്രേഷ്ഠ എന്ന വാക്ക് എന്താണ്? വിശേഷൺ ശബ്ദമാണ്. ബഢിയ ഖിലാഡി, കരാമാത്തി ഖിലാഡി, ആക്രാമത് ഖിലാഡി, ബേത്തരീൻ ഖിലാഡി. ഇതിൽ ആ ഖിലാഡി എന്ന വാക്കിന് ചുറ്റും റൗണ്ട് ഒരു സർക്കിൾ പോലെ അവിടെ കൊടുത്ത എല്ലാ വാക്കുകളും എന്തിനു വേണ്ടി യൂസ് ചെയ്തതാണ്? ഖിലാഡി എന്ന വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, അതേപോലെ ഇതിനകത്ത് ലംബി ശവയാത്രയിൽ ലംബി എന്ന വാക്ക് വിശേഷൺ ശബ്ദമാണ്. മസ്ബൂത്ത് ശരീറിൽ മസ്ബൂത്ത് എന്ന വാക്ക്. സുന്ദർ ഫുട്ബോൾ മാച്ചിൽ സുന്ദർ എന്ന വാക്ക് വിശേഷൺ ശബ്ദമാണ്. നുമായിഷി മാച്ചിൽ നുമായിഷി എന്ന വാക്ക്. കടേ അഭ്യാസ്, അതിൽ കടേ എന്ന വാക്ക് ഇവിടെ വിശേഷൺ ശബ്ദമായി ഉപയോഗിക്കുന്നു. അതുപോലെ ഈ വർഷം വരുന്നൊരു പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് സാർത്ഥക് വാക്യമേ ബദലേ. വളരെ ഈസിയാണ്. ആ സെൻറ്റൻസ് നോക്കുക, അത് ഒന്നിച്ച് പറ്റി പിടിച്ച പോലെ ഉണ്ടാവും. അതിന് നമ്മൾ വേറെ അതായത് സ്പേസൊക്കെ കൊടുത്ത് നല്ല വൃത്തിയുള്ളൊരു സെൻറ്റൻസ് ആക്കാം. അത്രേ പണിയുള്ളൂ. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? പെലെ അപ്പനെ മാതാ പിതാക്ക പെഹല ബേട്ടാത. വായിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെയാണ് സ്പേസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ പെലെ, പിന്നെ അപ്പനെ, മാതാ പിത ക പെഹല ബേട്ടാത. മാതാപിത എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ ചിഹ്നം വേണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെക്കൻഡ് എന്തായിരുന്നു? കിസി ദൂസരെ ഖിലാഡിക്ക് മാർ പിട്ടായി നെഹി ഹുയി. അതേപോലെ തന്നെയാണ് കിസി ദൂസരെ ഖിലാഡിക്ക് മാർ പിട്ടായി എന്നുള്ള ആ രണ്ട് വാക്കിൻ്റെ ഇടയിലും ഒരു ഹൈഫൺ ചിഹ്നമുണ്ട്. അത് മാത്രം ഒരു വ്യത്യാസമായിട്ടുള്ള, ബാക്കിയൊക്കെ സാധാരണ പോലെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് സ്പേസ് ഇട്ടിട്ട് മാറ്റി വെക്കാൻ പറ്റും. അടുത്തത് കിന്തു ഹാർ ജീത് തോ ജറാ സി ബാത്തോൻ സെ തൈ ഹോത്തി ഹെ. ഇവിടെയും ഹാർ ജീത്ത് എന്ന വാക്കിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ വേണം. പിന്നെ ജറാ സി, ആ 3 വാക്കിൻ്റെ ഇടയിൽ ഓരോ ഹൈഫൺ വേണം. വേറെ ഒരു പ്രശ്നമില്ല. അതായത് ബാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ആ വാക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്താ പറയുക, ഈ പ്രത്യയങ്ങൾ കാക്കേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതും മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ ആ സെൻറ്റൻസ് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഇനി ചോദ്യോത്തരങ്ങളാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട്. ഫുട്ബോൾ മേ കിത്തനി ടീമേ ഖേൽത്തി ഹെ? 2 ടീം അല്ലേ. ഏക് ടീം മേ കിത്തനെ ഖിലാഡിയാ ഹോത്തി ഹെ? ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ട്? 11 കളിക്കാർ. അതായത് 11 അല്ലേ. 11. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടീം കാ നിയന്ത്രൺ കോൺ കർത്താ ഹെ? ആരാ ടീമിനെ നിയന്ത്രിക്കുന്നത്? മാനേജർ ഉണ്ടാവും അല്ലേ, മാനേജർ.
ഖേൽ ഖിലാനെ വാലക്കോ ക്യാ കഹത്തെ ഹൈ? കളിപ്പിക്കുന്ന ആളുണ്ടല്ലോ, കളിപ്പിക്കുന്ന ആൾ, അതായത് ഒരു കോച്ചിങ് കൊടുക്കുന്ന ആളെ പ്രശിക്ഷക് എന്ന് പറയും. ഓക്കെ, ട്രെയിനർ, പ്രശിക്ഷക് എന്നൊക്കെ പറയും. അഞ്ചാമത്തെ, പെലെ കാ ജന്മ കിസ് സാൽ മേ കഹാ ഹുവാ ഥാ? ഏത് വർഷമാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്? 1940, 1940 में ബ്രസീൽ में, അല്ലേ, ബ്രസീലിലാണ്. ആറാമത്തെ, അന്താരാഷ്ട്രീയ ഫുട്ബോൾ സെ പെലെ കബ് റിട്ടയർ ഹോ ഗയത്? അന്താരാഷ്ട്രീയ ഫുട്ബോളിൽ നിന്ന് പെലെ റിട്ടയറായ വർഷം 1974. ഓക്കെ, 1974, 1974. ക്വസ്റ്റ്യൻ, പെലെ ക്ലബ് കെ ഖേൽ സെ കബ് റിട്ടയർ ഹോ ഗയേ थे? ക്ലബിൻ്റെ കളികളിൽ നിന്ന് പെലെ റിട്ടയറായ വർഷം 1977, അതായത് 1977. എട്ടാമത്തെ, പെലേക്ക് മൃത്യു കബ് ഹുയി थी? എപ്പോഴാണ് പെലെ മരിച്ചത്? 2022 ഡിസംബറിലാണ്, 29. ഓക്കെ, നെക്സ്റ്റ്, മർത്തെ വക്ത് പെലേക്ക് ആയു കിത്നി थी? മരിക്കുന്ന സമയത്ത് പെലെയുടെ വയസ്സ് എത്ര വയസ്സായിരുന്നു? 82 വയസ്സായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പെലേക്ക് ശവയാത്രയ്ക്ക് വിശേഷത ക്യാ ഥി? എന്തായിരുന്നു പെലെയുടെ ഡെഡ് ബോഡി, ആ ശവയാത്രക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ബ്രസീൽ മേ ഉൻകി ശവയാത്ര 13 കിലോമീറ്റർ ലംബി ഥി? ഏകദേശം 13 കിലോമീറ്ററോളം നീളമുള്ളൊരു ശവയാത്ര. അതായത് അതിൻ്റെ പിറകെ അത്രയ്ക്കും ആരാധകർ അദ്ദേഹത്തിൻ്റെ ശവയാത്രയിൽ പങ്കെടുത്തിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, 13 കിലോമീറ്റർ, 13 കിലോമീറ്ററോളം നീളം. അപ്പോൾ ആലോചിച്ച് നോക്കി ആ ഒരു ആരാധക വൃന്ദത്തെക്കുറിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, 1958 की विश्व कप प्रतियोगिता में पेले ने कितने गोल किए थे? 1958 വിശ്വകപ്പ് കോമ്പറ്റീഷൻ, ആ മത്സരത്തിൽ പെലെ എത്ര ഗോൾ നേടി? 6 ഗോൾ നേടി. അതേപോലെ തന്നെ 1958 में ബ്രസീൽ ടീം में खेलते समय പെലെ की आयु कितनी थी? ഈ 1958 ആദ്യത്തെ വേൾഡ് കപ്പ്, അതായത് നമ്മുടെ പെലെ പങ്കെടുക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പ്, അതിനകത്ത് അദ്ദേഹം പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 17 साल, 17 വയസ്സായിരുന്നു. तो 1958 विश्व कप प्रतियोगिता के सबसे बढ़िया खिलाड़ी कौन थे? 1958 വേൾഡ് കപ്പ് കോമ്പറ്റീഷനിലെ ഏറ്റവും നല്ല പ്ലെയർ ആരായിരുന്നു? സബ്സെ ബഡിയ ഖിലാഡി, ബ്രസീൽ കെ മിഡ്ഫീൽഡർ DD. ഞാൻ നേരത്തെ ഫോട്ടോ കാണിച്ചു, ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ മിഡ്ഫീൽഡർ DD ആയിരുന്നു 1958 വേൾഡ് കപ്പിലെ ഏറ്റവും നല്ല പ്ലെയർ. ഓക്കെ, ബ്രസീൽ ടീം കെ കരാമാത്തി ഖിലാഡി ഗരിഞ്ച കോ ക്യാ കഹാ ജാത്താ ഥാ? എന്തായിരുന്നു ബ്രസീൽ ടീമിലെ വളരെ ടാലൻറ്റഡ് ആയ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, ഗരിഞ്ച. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ കാ സബ്സെ ബഡിയ ഡ്രിബ്ലർ. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ഫുട്ബോൾ കാ സബ്സെ ബഡിയ ഡ്രിബ്ലർ. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം ഗരിഞ്ച അറിയപ്പെടുന്നത്. അടുത്തത്, ബ്രസീൽ ടീം കെ ലിയെ 1966 की विश्व कप प्रतियोगिता का परिणाम क्या था? അതായത് 1966 വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിൻ്റെ റിസൾട്ട് എന്തായിരുന്നു ബ്രസീൽ ടീമിൻ്റെ ആ ഒരു കളിക്ക് സംഭവിച്ചത്? 1966 ആ കളിയിൽ പെലേക്കും ഒരുപാട് പരിക്കേറ്റു. അതുപോലെ തന്നെ ബ്രസീലും പെലെയും ഒരുപോലെ കളിയിൽ നിന്ന് പുറത്തായത് ആ ഒരു വേൾഡ് കപ്പിലായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കിസ് കാരൺ സെ ലോക് പെലെക്കെ വിശ്വ റെക്കോർഡ് കാ മസാക്ക് ഉഡാത്തെ? എന്ത് കാരണം കൊണ്ടാണ് പെലെയുടെ വേൾഡ് റെക്കോർഡിന് ആൾക്കാർ പരിഹസിക്കാൻ കാരണം? അതായത് ഉൻകെ 1279 ഗോൾ മേസ്. ഓക്കെ, 1279 ഗോളുകളിൽ ഏറ്റവും അധികതർ ഗോൾ അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ബ്രസീൽ ടീമിന് വേണ്ടിയിട്ട് അല്ല, ബ്രസീലിലെ സാന്തോസ് എന്നൊരു ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പരിഹസിക്കുന്നത്. അതുപോലെ പെലെക്കെ സമയം ഫുട്ബോൾ മാച്ച് കി ബുരി ബാത് ക്യാ തി? പെലെയുടെ ടൈമിൽ ഫുട്ബോൾ മാച്ചിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഉनके समय में डिफेंडर आक्रामक खिलाड़ियों के शरीर पर सीधे हमले करते थे और रेफरी ये सब होने देते थे. ആ ഒരു സമയത്ത് അവിടെ ആ കളിക്കുന്നതിൽ ഡിഫൻഡർമാർ എന്ത് ചെയ്യും? ആക്രാമക് ഖിലാഡിയോം പർ, അവിടെ വളരെ അഗ്രസീവായി നന്നായി കളിക്കുന്ന ആൾക്കാരെ മേത്തേക്ക് സീധേ ഹംലാക്കാത്തത്, ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ലേക്കിൻ റഫറിയെ ഹോനെ ബി ദേത്തത്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കളികളുടെ ഇടയിൽ മറ്റ് ആക്രമണങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അതൊക്കെ റഫറിയുടെ നിയന്ത്രണത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ റഫറി അത് നോക്കി നിൽക്കും. റഫറി അത് ആ ഒരു കാര്യം മൈൻഡാക്കാറില്ല. അതാണ് ഫുട്ബോൾ മാച്ചിൻ്റെ പെലെയുടെ ടൈമിൽ ഫുട്ബോൾ മാച്ചിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാർ പിട്ടായിക്ക് പ്രതി പെലെക്ക് പ്രതിക്രിയ കേസീതി? ഇനി പെലെ എങ്ങനെയായിരുന്നു ഈ പറയുന്ന അടിപിടിയോടൊക്കെ പ്രതികരിച്ചിരുന്നത്? പെലേനെ നെഹി റോയ, ഷിക്കായത് ഭി നെഹി കി, അല്ലേ? അടിപിടിയാക്കുകയും ചെയ്തില്ല, പരാതി കൊടുക്കുകയും ചെയ്തില്ല, കരയാനും നിന്നില്ല,
लेख में गरिंजा और पेले के चरित्र की तुलना कैसे की गई है? ഈ ലേഖനത്തിൽ ഗരിഞ്ചയുടെയും പെലെയുടെയും ക്യാരക്ടർ കമ്പയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? പെലെനെ കടേ അഭ്യാസെ അപ്നെ ശരീർ കോ മസ്ബൂത്ത് ബനായെ രഖ. അതായത് പെലെ അത്യധികം അധ്വാനിച്ചിട്ട് തന്നെ അല്ല കടേ അഭ്യാസെ അപ്നെ ശരീർ കോ മസ്ബൂത്ത് ബനായെ രഖ, നല്ല സ്ട്രോങ് ആക്കി വെച്ച് തൻ്റെ ശരീരത്തെ. ജബ്കി ഗരിഞ്ചാനെ അപ്നി പ്രതിഭ ശരാബ് പി പി കെ ബിഗാഡ് ദി. പക്ഷേ ഗരിഞ്ചയോ തൻ്റെ കഴിവ് അല്ലെങ്കിൽ തൻ്റെ പ്രതിഭ എന്താ ചെയ്തത്? അത് ശരാബ് പി പി കെ, മദ്യം കഴിച്ച് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമേ നശിപ്പിച്ചു. 20ാമത്തെ ക്വസ്റ്റ്യൻ, പെലെ കെ ചരിത്ര की किन किन विशेषताओं का उल्लेख यहाँ हुआ है? പെലെയുടെ ക്യാരക്ടറിലെ എന്തൊക്കെയാണ് വിശേഷതകളുള്ളത്? പെലെനെ കടേ അഭ്യാസെ അപ്നെ ശരീർ കോ മസ്ബൂത്ത് ബനായ, വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് അദ്ദേഹം തൻ്റെ ബോഡി സ്ട്രോങ് ആക്കി അല്ലേ, അതായത് താൻ എപ്പോഴും ഫിറ്റാണ്, അത്രയേ ഉള്ളൂ. और वे स्वयं गोल लेते थे और दूसरों को भी गोल बनाकर देते थे. സ്വന്തമായി ഗോൾ എടുക്കുകയും മറ്റുള്ളവരെ ഗോൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തി. और उनकी പ്രതിഭ അനോഖി थी, വളരെ വിചിത്രമാണ്. അതായത് നമ്മൾ സാധാരണ കണ്ട ഫുട്ബോളറിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു ഫുട്ബോളറാണ് പെലെ. പെലെ കിസ് സമുദായക്കെ പ്രതിനിധി थे? ഏത് സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അദ്ദേഹം? അതായത് ആഫ്രിക്കി മൂൽക്കെ കാലേ വർണ്ണക്കെ, ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ പ്രതിനിധിയായിരുന്നു പെലെ. ഈ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗ, അത് ആഫ്രിക്കി മുൽക്കെ കാലേ വർണ്ണക്കെ ലോകോങ്കി സ്ഥിതി ക്യാ ഥി? ആ ഒരു സമയത്ത് ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ അവസ്ഥ, കറുത്ത വർഗ്ഗത്തിൽപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഈ ലോകോങ്ക ദുനിയാ ഭർമേ അപമാൻ ഹോത്താ ഥ. ലോകത്ത് എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗത്തിൽപ്പെട്ട ജനങ്ങൾ. അതുപോലെ തന്നെ പെലേക്ക ബച്പൻ കേസ് था? പെലെയുടെ കുട്ടിക്കാലം. പെലെക്കോ സ്കൂൾ കി ശിക്ഷ നഹീ മില, സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്തൊരു വ്യക്തിയായിരുന്നു പെലെ. വേ ഭയാനക് ഗരീബി ഓർ ഭുഖ്മരി കെ ശിക്കാർ ദേ, അതായത് വളരെ ദാരിദ്ര്യം പിടിച്ച ടൈമായിരുന്നു അദ്ദേഹത്തിന്. ദാരിദ്ര്യം മാത്രമല്ല, പട്ടിണി മരണങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിക്കാലം. പെലേക്ക് ഉപമ കിസ്സേക്ക്, പെലെയെ ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഫുട്ബോൾ കാ രാജ, ഫുട്ബോളിൻ്റെ രാജാവ് എന്ന ടൈറ്റിലാണ് നമ്മൾ പെലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫുട്ബോൾ കെ ദിൽ കാ രാജ ഏ കിസ് വിധാ കി രചന ഹെ? നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണ് ഫുട്ബോൾ കെ ദിൽ കാ രാജ. ഇത് ഏത് പ്രോക്തിയാണ് ഇതിൻ്റേത്? ലേഖാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുട്ബോൾ കെ ദിൽ കാ രാജ ലേഖ് കിസ്നെ ലിഖാ ഹെ? ഈ ലേഖ ആരാ എഴുതിയത്? സോപ്പാൻ ജോഷി. ഓക്കെ, ഈ ലേഖിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെലെയെക്കുറിച്ചാണ്. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ, പെലേക്ക് ലോകപ്രിയതാക്ക കാരൺ ക്യാ ഥാ? എന്തുകൊണ്ടാണ് പെലെ എത്ര ലോക പ്രശസ്തനാവാൻ കാരണം? ബ്രാസീൽ കെ ക്ലബ് സാന്തോസ് ഉനെ ദുനിയ ഭർ മേ നുമായിഷി മാച്ച് ഖേൽനെ കെ ലിയെ ഖുമാത്താ രഹാ. അതായത് ബ്രസീലിലൊരു ക്ലബ്ബുണ്ട് സാന്തോസ്, ആ ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. ആ ക്ലബ്ബ് എന്ത് ചെയ്ത്? നുമായിഷി മാച്ച് എക്സിബിഷൻ മാച്ച്, അതായത് പ്രദർശന മത്സരത്തിന് വേണ്ടി ലോകത്തെമ്പാടുള്ള മൈതാനങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെലെ ലോകപ്രിയനാവാൻ കാരണം.